ഇന്നൊരു റിവിഷൻ ഡേ ആണ്. ഫുൾ ഓൺ റിവിഷൻ. കാരണം നാളെ വീക്ക്ലി ടെസ്റ്റാണ്. അപ്പോൾ ഇന്ന് നന്നായിട്ട് റിവൈസൊക്കെ ചെയ്ത് എക്സാംസൊക്കെ ചെയ്ത് പ്രോപ്പറായിട്ട് ഇരുന്നാലാണ് നാളെ വീക്ക്ലി എക്സാമിന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ എക്സാംസ് എഴുതുമ്പോൾ അതിന് വീക്ക്ലി എക്സാം ആണെങ്കിലും മന്ത്ലി എക്സാം ആണെങ്കിലും ഡെയിലി എക്സാം ആണെങ്കിലും ഏത് എക്സാം ആണെങ്കിലും നമ്മൾ അതിൽ നിന്ന് നമ്മൾ എടുക്കേണ്ട ഒരു പോയിൻ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ തന്നെ കമ്പയർ ചെയ്തിട്ട് മുന്നോട്ട് പോകാമെന്നുള്ളതാണ്. അതായത് ഇപ്പോൾ എനിക്ക് 10th റാങ്കാണ് ഇന്നത്തെ ഒരു എക്സാമിന് കിട്ടുന്നുണ്ടെങ്കിൽ ഞാനപ്പം നെക്സ്റ്റ് എക്സാമിന് നോക്കേണ്ടത് എനിക്ക് ആ എക്സാമിന് ഇത്രയാണ് ചെയ്യാൻ പറ്റിയത്, അപ്പോൾ എവിടേക്കാണ് എനിക്ക് മാർക്ക് കുറഞ്ഞത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യാം. അതിനുശേഷം പിന്നെ ഞാൻ എൻ്റെ ഈ മാർക്ക് തന്നെ നെക്സ്റ്റ് ഇമ്പ്രൂവ് ചെയ്യാനാണ് നോക്കേണ്ടത്. അതായത് ഞാൻ എന്നോടാണ് കമ്പയർ ചെയ്യേണ്ടത്. അല്ലാതെ എനിക്ക് 10th റാങ്ക് കിട്ടിയപ്പോൾ ഫസ്റ്റ് റാങ്ക് കിട്ടിയൊരു കുട്ടി ഉണ്ടാവും. അപ്പോൾ ആ കുട്ടീനേക്കാൾ മാർക്ക് എനിക്ക് വാങ്ങണം, ആ കുട്ടിക്ക് ഇത്ര മാർക്ക് കിട്ടിയല്ലോ, അങ്ങനെ വേറൊരാളോട് കമ്പയർ ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് എക്സാം ആകുമ്പം ചിലപ്പം എനിക്ക് കിട്ടുന്നത് 2nd റാങ്കും ആ കുട്ടിക്ക് 3rd റാങ്കും ആണെങ്കിൽ ഞാൻ ആ കുട്ടീനേക്കാളും കൂടുതൽ മാർക്ക് വാങ്ങിയല്ലോ, ആ രീതിയിലൊരു കമ്പാരിസൺ ചെയ്യാണ്ട് നമ്മളെ തന്നെ കമ്പയർ ചെയ്യുക. അതായത് ഇന്നലത്തെ ഞാനും അങ്ങനെയാണ് കമ്പയർ ചെയ്യേണ്ടത്. ഇന്നലെ നമ്മളൊരു എക്സാം എഴുതിയപ്പം അതിലൊരു 30 കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ എക്സാം ചെയ്യുമ്പോൾ അതിൽ നമുക്കൊരു 35 കിട്ടുമോ നോക്കാം. നമ്മളെ തന്നെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരികയാണ് വേണ്ടത്. ഇതിപ്പോൾ ഞാൻ റിവിഷൻ ചെയ്യുന്നത് വീക്ക്ലി ടെസ്റ്റിന് വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചെയ്യുക വീക്ക്ലി ടെസ്റ്റിൻ്റെ ടൈം ടേബിളൊക്കെ നോക്കുക, ഏതൊക്കെ ടോപ്പിക്സാണ് എന്തൊക്കെയാണുള്ളത് നോക്കുക. എന്നിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കാം. എനിക്ക് ഏതൊക്കെയാണ് ആദ്യം നോക്കേണ്ടത്, പിന്നെ നോക്കേണ്ടത് ഏതാണ്, അതൊക്കെ എൻ്റെ കംഫർട്ട് അനുസരിച്ചിട്ട് അങ്ങനെ ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഒരു ടോപ്പിക്ക് പഠിച്ചതിന് ശേഷം പിന്നെ ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ആ ടോപ്പിക്കിൻ്റെ ഒരു എക്സാം എഴുതുക എന്നുള്ളതാണ്. ഇപ്പം എനിക്കാണെങ്കിൽ ഇതുപോലെ ഓരോ ടോപ്പിക്ക് കഴിയുമ്പോഴും ഡെയിലി എക്സാംസ് ഉണ്ടെന്ന് മുന്നേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആ എക്സാം നമുക്ക് പിന്നെയും അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. ഒരു എക്സാം ഒരു തവണയല്ലല്ലോ, നമുക്ക് പിന്നെയും ചെയ്യാൻ പറ്റും. അപ്പം ഈ ഒരു റിവിഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെയും എക്സാം അറ്റൻഡ് ചെയ്യാം. അറ്റൻഡ് ചെയ്യുമ്പം നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ടോ, എത്രത്തോളം മനസ്സിലായി, ഇനി എന്തൊക്കെ ചെയ്യാണ്ടെന്ന് മനസ്സിലാവും. അങ്ങനെ ഓരോ ടോപ്പിക് കഴിയുമ്പോഴും നമ്മുടെ ആ ഒരു ടോപ്പിക് ബേസ് ആയിട്ടുള്ള ഒരു എക്സാമും കൂടെ അറ്റൻഡ് ചെയ്തിട്ട് പോവുക. അങ്ങനെയാണെങ്കിൽ റിവിഷൻ കുറച്ചും കൂടെ പ്രോപ്പറാവും. വെറുതെ വായിച്ചിട്ട് പോകുന്നൊരു കാര്യം ആവരുത് റിവിഷൻ ഇതുപോലെ കുറച്ച് എൻഗേജിങ് ആയിട്ട് കുറച്ചും കൂടി ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വെക്കുക. ഇതുപോലെ എക്സാംസ് ഒക്കെ എഴുതിയിട്ട് അപ്പോഴാണ് റിവിഷൻ ചെയ്യാനും കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടാവുക. പൊതുവേ റിവിഷൻ ചെയ്യാൻ എല്ലാവർക്കും മടിയാണ്. എനിക്കും ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട്, റിവിഷൻ ചെയ്യാൻ മടിയാണ്. പുതിയത് പഠിക്കാനായിരിക്കും മിക്ക ആൾക്കാർക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവുന്നത്. കാരണം പുതിയ കാര്യങ്ങളാണ്. റിവിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ, വായിച്ച കാര്യങ്ങൾ, കേട്ട കാര്യങ്ങൾ, ഇതൊക്കെ തന്നെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്കൊരു മടുപ്പ് തോന്നും. പക്ഷേ നമ്മൾ റിവിഷൻ ചെയ്യുമ്പോഴും റിവിഷൻ ചെയ്തിട്ട് പിന്നെ അതുമായിട്ട് ബേസ് ചെയ്ത് ടെസ്റ്റ് ചെയ്യുമ്പോഴുമാണ് എത്രത്തോളം പഠിച്ചിട്ടുണ്ട്, എത്രത്തോളം മറന്നുപോയി എന്നുള്ളത് മനസ്സിലാവുന്നത്. ചിലപ്പോൾ നമുക്ക് തന്നെ തോന്നാറുണ്ടാവുമല്ലോ, ചിലതൊക്കെ വായിക്കുമ്പോൾ ഇതൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നോ, അങ്ങനെ ഒരു ഡൗട്ട് തോന്നാറുണ്ടാവില്ലേ. കാരണം എല്ലാം നമുക്ക് മെമ്മറിയിൽ ഉണ്ടാവില്ല. അത് റിവിഷൻ പിന്നെ പ്രോപ്പർ എക്സാംസ് അങ്ങനെ ഒരു കറക്റ്റായിട്ടൊരു സ്ട്രാറ്റജിയിൽ പോയി കഴിഞ്ഞാലാണ് മെമ്മറിയിൽ അത് ഉണ്ടാവുള്ളൂ. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട് അല്ലേ. ഒരു എക്സാം ആകുമ്പോഴേക്കും ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ഒത്തിരി ടോപ്പിക്സ്, സബ്ജക്ട്സ് എല്ലാം ഉണ്ട്. അപ്പം ഇതെല്ലാം നമ്മൾ ഒരു തവണ വായിച്ചു അല്ലെങ്കിൽ ഒരു തവണ പഠിച്ചു ഒരു തവണ റിവൈസ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ഓർമ്മയൊന്നും ഉണ്ടാവില്ല, ആർക്കും ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ അതിന് ചെയ്യാൻ പറ്റുന്നത് റിപ്പീറ്റഡ് ആയിട്ടുള്ള റിവിഷൻ ചെയ്യണം, റിപ്പീറ്റഡ് ആയിട്ട് എക്സാംസ് ചെയ്യണം, അതൊക്കെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യണം, അനാലിസിസ് ചെയ്യണം. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്കിതൊക്കെ ഓർമ്മ ഉണ്ടാവുള്ളൂ. ഇന്നിപ്പോൾ കുറേ പേര് മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നുണ്ടാവും. കാരണം ഇന്നലത്തെ 10th ലെവൽ പ്രിലിംസ് എക്സാമിന് ക്യാൻസൽ ചെയ്തു. ആ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് കുറേ പേര് ഇന്ന് പഠിക്കില്ല, ഇന്ന് മൂഡ് ഓഫ് ആയിട്ടിരിക്കും, ഞാൻ ഇത്രയും നാൾ ചെയ്തതൊക്കെ വെറുതെയായി, ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് പിന്നെയും ടൈം കളയുന്നുണ്ടാവും. അതുകൊണ്ട് ഒരു കാര്യമില്ല കേട്ടോ. നമ്മുടെ ടൈം കളഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ആ സമയത്ത് അതിനെപ്പറ്റി ആലോചിക്കാണ്ട് പിന്നെയും പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത് കഴിഞ്ഞു, അത് ഇനി നമുക്കൊന്നും ഇതിൽ ചെയ്യാനില്ല. എന്തായാലും ഇനിയൊരു എക്സാം ഡേറ്റ് വരും, അന്ന് ആ എക്സാം എഴുതുക, അതല്ലാതെ അതിൽ വേറൊന്നും ചെയ്യാനില്ല. അപ്പം ഇനി പ്രിപ്പയർ ചെയ്യുക. ഡിഗ്രി ലെവൽ മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ അതിന് വേണ്ടി ചെയ്യുക. VFA വരുന്നുണ്ട്, പിന്നെ 10th ലെവൽ പ്രിലിംസ് തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാവും. അതിനൊക്കെ വേണ്ടി ഒന്നും കൂടെ പ്രിപ്പയർ ചെയ്യുക. ഇനിയിപ്പോൾ കുറച്ചും കൂടി ടൈം കിട്ടിയല്ലോ എന്ന് വിചാരിക്കാം. ഞാൻ കുറച്ചും കൂടി ഒന്ന് പഠിക്കാനുണ്ടായിരുന്നു, എനിക്ക് കുറച്ചും കൂടെ ടൈം കിട്ടിയല്ലോ, ഇനി പുതിയ ഡേറ്റ് വരണമല്ലോ, അപ്പോൾ അതുവരെ നോക്കാം. അങ്ങനെ പോസിറ്റീവായിട്ട് മാക്സിമം ചിന്തിക്കാം. നമ്മൾ നെഗറ്റീവായിട്ട് തന്നെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് പിന്നെ അങ്ങനെ തന്നെ ആയിപ്പോവും. പിന്നെ ഭയങ്കര മടുപ്പ് തോന്നും, ഇനിയിപ്പോൾ പഠിക്കണോ, ഇനി കുറച്ച് ദിവസം ഗ്യാപ്പ് ഇട്ടാലോ, അങ്ങനെ തോന്നും. അപ്പോൾ അങ്ങനെയൊന്നും തോന്നാതെ മാക്സിമം പോസിറ്റീവായിട്ട് തന്നെ എടുത്തിട്ട് ഇത് നല്ല രീതിക്ക് ചിന്തിച്ചിട്ട് പിന്നെയും പഠിത്തം കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഹാപ്പി ലേണിംഗ്.